ഈ വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം വാക്ക് പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുക ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ കാര്യം ഒരുപാട് തീരുമാനിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി പ്രഖ്യാപിക്കും. അംഗൻവാടി ജീവനക്കാരുടെ, വർക്കർമാര്, ഹെൽപ്പർമാർ, അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാം. ഞാൻ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം മറന്നുപോയിട്ടില്ല എന്ന് അവരെ ഓർപ്പിക്കാൻ കൂടി വലിയ തുകയൊന്നുമല്ല, 1000 രൂപ അവരുടെ വരുമാനത്തിൽ വർദ്ധിപ്പിക്കാം. വലിയ തുകയൊന്നുമല്ലത്. അവർക്ക് 14,500 രൂപയും 15,000 രൂപയുടെ നിലവിൽ കിട്ടുന്നത്. അതിനോട് 1000 രൂപ കൂടി. സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോൾ അവരുടെ കാര്യം മറന്നുപോകില്ല, നിങ്ങളുടെ കാര്യവും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്നാ പാവങ്ങളോടുള്ള ഒരു മെസ്സേജാണ് 1000 രൂപ കൂട്ടിയത്. നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു മെസ്സേജ്, സന്ദേശം അതാണ്. പിന്നെ സംസ്ഥാനത്തെ പാചക തൊഴിലാളികളുടെ വേതനം വളരെ മോശമാണ്. അവർക്കും അതുപോലെ തന്നെ ഒരു 1000 രൂപ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജോലി ചെയ്തു വരുന്ന പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും ഓണറേറിയം അതും ഒരു 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളതിന്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 2000 രൂപയും 3000 രൂപയൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. 1000 രൂപ ആക്കിയത് അതാണ്. പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് മനസ്സിൽ തട്ടിയൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാക്കാണ് പ്രധാനം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയക്കാരെ എപ്പോഴും മാറ്റുന്നൊരു എന്താ പറയാ ഒരു കാര്യമാണ് വാക്ക് എന്ന് പറഞ്ഞ പരിപാടി. അതിന് ഇന്ന് വില കൽപ്പിച്ചൊരു നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്തൊരു നിലപാട് വളരെയധികം സന്തോഷം. കാരണം എന്താണെന്നറിയൂ, നമുക്ക് ഈ കേരളത്തിൽ എന്താ പറയുക വലിയൊരു മഹാമാരി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ കോവിഡിൻ്റെ ഒരു സമയത്ത് നമ്മളെ ചേർത്ത് പിടിച്ച, നമ്മുടെ കൂടെ നിന്ന ഒരു ആൾക്കാരാണ് ഈ ആശാ വർക്കർമാർ. അവരുടെ ജീവൻ പോലും വേണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ നിന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടെ ഒരു വേതനം കൂട്ടാനായിട്ട് അവർ സമരം ചെയ്ത സമയത്ത് അദ്ദേഹം അവരെ സപ്പോർട്ട് ചെയ്യുകയും ഒരു വാക്ക് കൊടുക്കുകയും ആ വാക്കിൻ്റെ പിന്നിൽ ആ വാക്ക് പാലിക്കുകയും കൂടി ചെയ്തേക്കണം. വളരെയധികം സന്തോഷം. ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. ശരിക്കും ഇങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രിയല്ലേ നമുക്ക് വേണ്ടത്. നമ്മളെ കേൾക്കാനും നമ്മുടെ ആവശ്യങ്ങളെ പരിഗണിക്കാനുമായിട്ടുള്ളൊരു മുഖ്യമന്ത്രി.